എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ആ ലേഡീസ് ഐലാൻഡ് അതായിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ലേഡീസ് മാത്രമാണ് ഇതുവരെ ജീവിച്ചു പോന്നിട്ടുള്ളത്. അവിടുന്ന് ചില ലേഡീസ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോവും. അതിനുശേഷം കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കും അവർ തിരികെ ആ ഐലാൻഡിലേക്ക് വരിക. അതിലേറ്റവും വലിയ സർപ്രൈസ് അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ പെൺകുട്ടികളായിരിക്കും. വലിയൊരു മൗണ്ടെയിന്റെ മുകളിലാണ് ആക്ച്വലി ഈ ഒരു ഐലാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ വലിയ പാറകളുടെ ഇടുക്കിലും പാറകളുടെ മുകളിലൊക്കെ ആയിട്ടാണ് അവരുടെ ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുക. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ ഐലാൻഡ് ക്ലോസ് ഷോട്ടിൽ കാണിക്കുകയാണ്. റെസ്റ്റോറന്റ്, ഹോസ്പിറ്റൽസ്, വീടുകള്, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു അടിപൊളി ഐലാൻഡ്. പക്ഷെ എന്താ, അവിടെ ഒരൊറ്റ പുരുഷ കേസരി പോലും ഇല്ല. ഗേൾസ് മാത്രമാണ് അവിടെ ഇത്രയും വർഷങ്ങളായിട്ട് ജീവിക്കുന്നത്. ഓരോരോ ഗേൾസിന്റെ കഴുത്തിലും ഓരോരോ പാമ്പുകൾ ഉണ്ടാവും. അതിനെല്ലാം ഉപരിയായിട്ട് അവിടെയുള്ള ജോലികളെല്ലാം തന്നെ ചെയ്യുന്നത് ലേഡീസാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത്, ബിൽഡിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്, വ്യവസായം ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ലേഡീസ് തന്നെ. ഇതിലെല്ലാം ഉപരിയായിട്ട് അവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി പരസ്പരം വഴക്കോ വിരോധമോ വെറുപ്പോ അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ്. എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തും സ്നേഹിച്ചും മാത്രമാണ് മുൻപോട്ട് പോകുന്നത്. ആർക്കും അധികാരത്തിന്റെ ഗർവോ പണത്തിന്റെ ഹുങ്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വിശ്രമവേളകളിൽ അവർ ഡാൻസ് കളിക്കും, ഗെയിമുകൾ കളിക്കും. അതിനെല്ലാം ഉപരിയായിട്ട് അവരുടെ ഏറ്റവും വലിയ വിനോദം അത് ഫൈറ്റ് ചെയ്യുന്നതാണ്. ആരാണ് ഫൈറ്റ് ചെയ്ത് വിന്നർ ആവുന്നത് അവരായിരിക്കും ആ ഐലാൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടി. അവിടെ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം അത് കളറോ ശരീരപ്രകൃതിയോ മുടിയോ ഒന്നുമല്ല, മറിച്ച് ഒരാളുടെ സ്ട്രെങ്ത് ആണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ആയിരിക്കും അവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു ജയില് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് ഗേൾസ് അവർ ആർത്തി പിടിച്ച് ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെ ആ സെല്ലിന് ചുറ്റും വളഞ്ഞു നിൽക്കുകയാണ്. ആ സെല്ലിന്റെ ഉള്ളിൽ മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കഥാനായകൻ ലൂഫി. എല്ലാവരും ലൂഫിയെ നോക്കി വണ്ടടിച്ച് നിൽക്കും. കാരണം ആദ്യമായിട്ടാണ് അവരുടെ ഐലാൻഡിൽ ഒരു പുരുഷൻ കാലുകുത്തുന്നത്. അവരൊരുപാട് നേരമായി കാത്തിരിക്കുന്നത് ലൂഫി കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുന്നത് കാണാനായിട്ടാണ്. ഇപ്പൊ സമയം കഴിയുമ്പോൾ നമ്മുടെ ചക്കൻ അവൻ തലയൊക്കെ ചൊറിഞ്ഞ് ഒരു കോട്ടുവായൊക്കെ ഇട്ട് എഴുന്നേറ്റിരിക്കും. ചുറ്റും ഉണ്ടായിരുന്ന ലേഡീസ് അവരാണെങ്കിൽ വണ്ടടിച്ച് ലൂഫിയെ നോക്കുകയാണ്. അവരിൽ നിന്നും ലൂഫിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അവന്റെ മുടിയാണെങ്കിൽ അച്ചരം പൊച്ചരം വെട്ടിയിട്ടിരിക്കുകയാണ്. ലേഡീസിന്റെ ബോഡിയിലുള്ള പല ബോഡി പാർട്സും അവന്റെ ബോഡിയിൽ കാണാനില്ല. അങ്ങനെ ഓരോരോ ഗേൾസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞും ഓരോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തും പെറുപെറുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ലൂഫി ആ ശബ്ദമെല്ലാം കേട്ട് ഇപ്പൊ ചുറ്റും നോക്കും. അവന്റെ ചുറ്റും ഒരുപാട് ലേഡീസ്. ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൻ മണ്ടടിക്കും. അതിനുശേഷം ഒരു സെക്കൻഡ് അവൻ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അവസാനമായിട്ട് ആ കൂമ അവന്റെ ഫ്രണ്ട്സിനെ ഓരോരുത്തരെയായിട്ട് അടിച്ച് ദൂരേക്ക് തെറിപ്പിച്ചതും അവസാനം അവനെ അടിച്ച് 3 ദിവസം എയറിലൂടെ പറത്തി കളഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൂഫി ഓർത്തെടുക്കും. അവസാനമായിട്ട് ലൂഫി ഓർത്തിരിക്കുന്ന ഒരേ ഒരു കാര്യം ആ ഒരു മഷ്റൂം അത് കഴിച്ചതാണ്. അതിനുശേഷം എനിക്ക് എന്തു പറ്റിയെന്നൊക്കെ പറഞ്ഞ് തലയൊക്കെ ചൊറിഞ്ഞ് നമ്മുടെ ലൂഫി എഴുന്നേറ്റ് നിൽക്കും. ആക്ച്വലി നമ്മുടെ ചെക്കൻ അവൻ ട്രൗസർ ഒന്നും ഇട്ടിട്ടില്ല. അവൻ ആ ഗേൾസിന് നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായി ഒരു പെൺകുട്ടിയുടെ തലയിൽ അവൻ ആറ്റുനോറ്റ് ഇത്രയും കാലവും അവൻ്റേത് മാത്രമായി കരുതിയ ആ ഒരു തൊപ്പി അത് അവളുടെ തലയിൽ കാണുക. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ തൊപ്പി എടുക്കും ചോദിച്ച് ലൂഫി ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ആ തൊപ്പി എടുത്ത് ഇപ്പൊ തിരികെ അവന്റെ തലയിൽ വെക്കും. ആ തൊപ്പി തിരികെ കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ ചെക്കന് ശ്വാസം നേരെ വീഴുക. പക്ഷെ അത് കണ്ടു നിന്ന ആ ലേഡീസിന് അവരുടെ ശ്വാസം ഒരു സെക്കൻഡ് നിലച്ചു പോവും. ലൂഫി അവന്റെ ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന കണ്ട് അവരിപ്പോ പേടിച്ച് നിൽക്കുകയാണ്. ഇവൻ ശരിക്കും മനുഷ്യനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ ചിന്തിച്ച് അവരങ്ങനെ വണ്ടടിച്ച് നിൽക്കും. അപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ലൂഫിയുടെ ഇത്തരത്തിലുള്ള ഓരോ എബിലിറ്റികൾ അത് മുഴുവൻ ഒരു ബുക്കിൽ കുറിച്ചിടാനായിട്ട് തുടങ്ങും. അവരാണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പേര് ചോദിക്കും. ഉടനെ ലൂഫി അവന്റെ പേര് പറഞ്ഞ് താഴേക്ക് നോക്കും. അപ്പോഴായിരിക്കും ലൂഫിക്ക് മനസ്സിലാവുക അവൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്ന്. അവൻ നിലവിളിച്ച് ഇപ്പൊ അവരോട് ഇടാൻ ഡ്രസ്സ് ചോദിക്കും. ഉടനെ അവരാണെങ്കിൽ ലൂഫിയുടെ നശിച്ചു പോയ ഡ്രസ്സ് അത് ഒരുപാട് ഓൾട്ടർ ഒക്കെ ചെയ്ത് അവന് കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ ആ ഡ്രസ്സ് എടുത്തിടും. പക്ഷെ അപ്പോഴായിരിക്കും ആ ഡ്രസ്സിലുള്ള പൂക്കളും ലേഡി സ്റ്റൈൽ എംബ്രോയിഡറി വർക്കൊക്കെ ലൂഫി കാണുക. യു ഗായ്സ് ആർ അൺബിലീവബിൾ. ഇതുപോലെയാണോ ബോയ്സിന്റെ ഡ്രസ്സ് അത് തയ്ക്കുന്നതിന് ചോദിച്ച് ഇപ്പൊ ലൂഫി ചൂടാവും. അത് കേട്ട ഗേൾസ് അവര് ടെൻഷനായി ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യാനായിട്ട് അമ്പൊക്കെ നിൽക്കുകയാണ്. അവര് ചോദിക്കും, സത്യം പറയ്, നീ ആരാണ്? നിന്റെ സ്വഭാവവും സംസാരവും ഒക്കെ ഞൊടിയിട വെച്ചാണ് ചേഞ്ച് ആവുന്നത്. നീ ആരാണ്? നിനക്ക് എന്ത് വേണം? എന്തിനു വേണ്ടിയാണ് നീ ഇവിടേക്ക് വന്നത്? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ലൂഫിയോട് ചോദിക്കും. ഉടനെ ലൂഫി ആണെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കും. സോറി, ഇതെന്റെ നേച്ചറാണ്. നിങ്ങൾ ആരെയും ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല.
ദയവായി നിങ്ങളും എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവരോട് ബെഗ് ചെയ്യുകയാണ്. ഉടനെ ആ മെയിൻ ലീഡർ പറയും, വർഷങ്ങളായി ഈ ഐലാൻഡിലേക്ക് ആണുങ്ങൾ ആരും തന്നെ ഇവിടേക്ക് വന്നിട്ടില്ല. നീയായിട്ടാണ് ഇപ്പൊ ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ ഈ ഒരു ഐലാൻഡിന്റെ ചരിത്രം തന്നെ മാറ്റി കുറിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങളെ കൊണ്ടത് അംഗീകരിക്കാൻ കഴിയില്ല. സോ ഇപ്പൊ തന്നെ നിന്നെ ഞങ്ങൾ ഇല്ലാതാക്കും. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവുകയാണ്. ലൂഫി എന്തൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതൊന്നും തന്നെ നടക്കില്ല. ആ ലേഡീസ് ആണെങ്കിൽ ഇപ്പോഴും ലൂഫി അമ്പെയ്ത് കൊല്ലാനായിട്ട് അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഓ മൈ ഗോഡ്, ഞാനിനി ശരിക്കും എന്താ ചെയ്യുക? ആക്ച്വലി ഞാൻ അത്രയും വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഈ ഡ്രസ്സിന്റെ ഡിസൈൻ അതെന്താ ഇങ്ങനെയെന്ന് മാത്രമേ ഞാൻ ഇവരോട് ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ ലൂഫിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആ മാർഗരറ്റും അവളുടെ ടീമും അവർക്കാണെങ്കിൽ ലൂഫിയെ കൊല്ലാൻ ഒരാഗ്രഹവും ഇല്ല. കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവനെ രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നത്. സോ ഇങ്ങനെ കൊല്ലാനാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. ലൂഫി ആണെങ്കിൽ അവരുടെ കാലിൽ വീട് കെഞ്ചാണ്, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ റിലീസ് ചെയ്യ്, എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ അവരെ സേവ് ചെയ്യണം. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവന്റെ നേർക്ക് ഒരുപാട് അമ്പുകള് അതങ്ങനെ എയ്യാണ്. ആ അമ്പുകളെല്ലാം തന്നെ ഇപ്പൊ ലൂഫിക്ക് നേരെ വന്ന് ഒരു ബോംബ് പോലെ അവിടെ ബ്ലാസ്റ്റ് ചെയ്യും. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ ചെക്കൻ അവനാണെങ്കിൽ ആ റൂഫ് തകർത്ത് പുറത്തേക്ക് ഉഷാറായിട്ട് ചാടി ഓടും. ഉടനെ ആ കുഞ്ഞിപ്പെണ്ണ് അവളിപ്പോ നമ്മുടെ ലൂഫി പുറത്തേക്ക് ഓടുന്നത് കണ്ട് അവൻ പുറത്തേക്ക് ഓടുകയാണ്. അവനെ പിടിക്ക്, അവനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കും. ഉടനെ ആ ഗേൾസ് മുഴുവൻ ഇപ്പൊ ലൂഫിയുടെ പിന്നാലെ ഓടും. ലൂഫിയുടെ ഓട്ടവും ചാട്ടവും കുതിപ്പൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് പിടികിട്ടും ലൂഫി സാധാരണക്കാരനല്ല, അവൻ എന്തൊക്കെയോ എക്സ്ട്രാ പവറുകളുണ്ട്. അപ്പോഴായിരിക്കും അഫലാൻഡ്ര എന്ന് പേരുള്ള ആ ഒരു പെണ്ണ് അവളിപ്പോ ലൂഫിയുടെ നേർക്ക് ചാടി ഓടി വന്ന് അവന്റെ മുൻപിൽ നിൽക്കും. ഐ എം സോറി, എന്നോട് നീ ക്ഷമിക്കണം, എന്റെ മുൻപിൽ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവൾ കൈ ചുരുട്ടി ലൂഫിയുടെ മുഖത്ത് ആഞ്ഞൊരട്ടി. ആ ഒരു അടിയില് ലൂഫി കറങ്ങി അട്ടിച്ച് ഇപ്പൊ തെറിച്ചു വീഴും. ലൂഫി ആണെങ്കിൽ തെറിച്ചു വീണിട്ടും യാതൊരു കൂസലും ഇല്ലാതെ വീണ്ടും ചാടി എഴുന്നേറ്റ് ഓരോ ഭാഗത്തേക്ക് ഓടും. അങ്ങനെ അവൻ ഒരുപാട് ദൂരം ഓടി ഒരു മീറ്റ് കടയുടെ മുൻപിലായിരിക്കും വന്ന് നിൽക്കുക. അവിടെ ഒരു ലേഡി ആണെങ്കിൽ അവരുടെ അവസാനത്തെ പീസ് മീറ്റ് അതും വിൽക്കാനായിട്ട് വിളിച്ച് കൂവിക്കൊണ്ടേയിരിക്കും. ലൂഫി അത് കാണേണ്ട താമസം ലൂഫി ഞൊടിയിടയില് ആ ഒരു പീസ് ഓഫ് മീറ്റ് അതും കൈക്കലാക്കി വീണ്ടും ഓടും. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് മുഴുവൻ ഇപ്പൊ ലൂഫിയുടെ പിന്നാലെ തന്നെ ഓടാനായിട്ട് ആരംഭിക്കും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. അവൻ ഓടും തോറും കയ്യിൽ കിട്ടുന്ന ഓരോ സാധനങ്ങളും എടുത്ത് തിന്നുകൊണ്ടേയിരിക്കും. ലൂഫി ഓടി ഓടി ഒരു വിധത്തില് അവൻ രക്ഷപ്പെട്ടു എന്ന് കരുതി ഒരു ഭാഗത്തേക്ക് വരും. അപ്പോ ഒരു പെണ്ണ് ഒരു ജയന്റ് ലേഡിയെ കറക്കി കറക്കി ലൂഫിക്ക് നേരെ വലിച്ചെറിയും. അത് കണ്ട ലൂഫി സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവളെ വെട്ടിത്തിരിപ്പിച്ച് വേറൊരു ഭാഗത്തേക്ക് പോവും. അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് അവള് പോയി ഒരു ബിൽഡിങ്ങിൽ ഇടിച്ച് വീഴുന്നത് കണ്ട് ലൂഫി പൊട്ടിച്ചിരിച്ച് നിൽക്കുമ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് മുഴുവൻ ഇപ്പൊ ലൂഫിയെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ലൂഫി കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവർ കയ്യിലുണ്ടായിരുന്ന കല്ലും കത്തിയും ഒക്കെ ലൂഫിക്ക് നേരെ അറഞ്ചം പൊറഞ്ചം വലിച്ചെറിയും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ നല്ലൊരു പൈലറ്റാണ്. മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് അറ്റാക്കിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു വന്നതാണ്. ലൂഫി ആ വെപ്പൻസിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്ക് വരും. അതിനുശേഷം വീണ്ടും അവന്റെ വിബറു കാർഡ് അതവന്റെ നിക്കറിന്റെ പോക്കറ്റിൽ അന്വേഷിക്കും. പക്ഷെ അതിപ്പോ അവിടെ ഇല്ല. ലൂഫി അവന്റെ ഡ്രസ്സ് അത് ഡിസൈൻ ചെയ്ത ആ മാർഗരറ്റ് പെണ്ണ് അവൾ എവിടെയാണെന്ന് ആ കൂട്ടത്തിലിടയിൽ നോക്കും. അവളെ കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്ത് ലൂഫി അങ്ങനെ കൈകൊണ്ട് ചുരുട്ടി മുകളിലേക്ക് എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. ലൂഫി ആണെങ്കിൽ വലിയൊരു മലയുടെ മുകളിൽ നിന്ന് അവളുമായിട്ട് താഴേക്ക് എടുത്തു ചാടും. രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് അങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ ലൂഫി അവനൊരു ബോളായി മാറി ഇപ്പൊ അവളെ സേഫായി നിലത്ത് ലാൻഡ് ചെയ്യിപ്പിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? പക്ഷെ അവൾക്കാണെങ്കിൽ ഇപ്പൊ എന്താ നടന്നേ, എന്താ സംഭവിച്ചേ എന്നൊന്നും മനസ്സിലാവില്ല. അവളങ്ങനെ വണ്ടടിച്ച് ലൂഫിയെ നോക്കി നിൽക്കും. ആണെങ്കിൽ ഇപ്പൊ ഒരു കത്തിയെടുത്ത് ലൂഫിക്ക് നേരെ നീട്ടും. അടുത്തു വരരുത്, അടുത്തു വന്ന ആ നിമിഷം ഞാൻ നിന്നെ വെട്ടും. ഇത്രയും വലിയ മലയുടെ മുകളിൽ നിന്ന് ഞാൻ ഇതുവരെ ഇങ്ങനെ ജമ്പ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ അവളുടെ ഭാവമൊക്കെ കാണുമ്പോൾ കുറച്ച് ടെൻഷനാവും. അയ്യോ ഇല്ല ഇല്ല, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. എന്റെ പോക്കറ്റില് ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ആ പേപ്പർ നിനക്ക് കിട്ടിയോ? ഉടനെ അവൾ ആ പേപ്പർ എടുത്ത് കാണിക്കും. അവൻ സർപ്രൈസ്ഡ് ആയിട്ട് അതെ ഇത് തന്നെയാണ് ആ പേപ്പർ എന്ന് പറഞ്ഞ്
ആ പേപ്പർ കയ്യിലേക്ക് എടുക്കും. അതിനുശേഷം ആ പേപ്പറിന്റെ സ്പെഷ്യാലിറ്റി അതെന്തൊക്കെയാണെന്ന് ഒന്നൊന്നായി അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. ആ കഥയെല്ലാം കേട്ട് ഇപ്പൊ അവൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവും. അവള് പറയും ഐലാൻഡിന്റെ റാണി അവളും ഒരു പൈററ്റാണ്. ഈ ലോകത്തിൽ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി അത് അവരാണ്. ഞങ്ങൾക്ക് ഒരു പൈററ്റ് ഗ്യാങ് തന്നെയുണ്ട്. ഞങ്ങളുടെ ഈ ഒരു ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലും അവരും അവരുടെ 2 സിസ്റ്റേഴ്സും ചേർന്നാണ്. അവളത് പറയുമ്പോ തന്നെ ഇപ്പൊ ആ ഒരു പൈററ്റ് കപ്പല് അത് ഐലാൻഡിനെ നോക്കി വന്നോണ്ടിരിക്കുകയാണ്. കപ്പല് കാണേണ്ട താമസം എല്ലാവരും ബെല്ലൊക്കെ അടിച്ച് ആ കപ്പലിന്റെ പേരും ആ രാജകുമാരിയുടെ പേരൊക്കെ പറഞ്ഞ് ആർപ്പ് വിളിക്കും. അത് കേട്ട് കിക്കിയോ അവള് നിലവിളിച്ചു പറയും, സ്നേക്ക് പ്രിൻസസ് അവൾ എത്തിക്കഴിഞ്ഞു. അവൾ ഈ ഐലാൻഡിലേക്ക് കാല് കുത്തുന്നതിന് മുൻപ് ആ ചെക്കനെ അവനെ കൊന്നു തള്ളണം എന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.